ദി ന്യൂക്ലിയസ് കെമിസ്ട്രി മലയാളം ചാനലിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ഈ ഒരു വീഡിയോ ചാപ്റ്റർ 4 ലോഹങ്ങൾ അലോഹങ്ങളുടെ പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ലോഹങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ അലോഹങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ നമ്മൾ ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു കമ്പാരിസൺ ടേബിൾ ആക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഡയറക്ട്ലി പേജ് 89 കൊടുത്തിട്ടുള്ള അലോഹങ്ങളുടെ രാസഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലോഹങ്ങളുടെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ രാസഗുണങ്ങൾ എങ്ങനെയാണ് ലോഹങ്ങൾ വായുമായിട്ട് പ്രവർത്തിക്കുക, എങ്ങനെയാണ് ജലവുമായി പ്രവർത്തിക്കുക, എങ്ങനെയാണ് ആസിഡുമായി പ്രവർത്തിക്കുക, എങ്ങനെയാണ് ബേസുമായി പ്രവർത്തിക്കുക, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് പഠിച്ചത്. അതുപോലെ തന്നെ നമുക്ക് അലോഹങ്ങളുടെ കേസും പഠിക്കാം. ആദ്യത്തേത് അലോഹങ്ങളുടെ അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം. അപ്പോ ഏതൊരു അലോഹം എടുത്താലും ഇപ്പം അലോഹങ്ങളുടെ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ, കാർബൺ, സൾഫർ, നൈട്രജൻ അതുപോലെയുള്ളവയൊക്കെ അല്ലെ. അപ്പോ കാർബൺ ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എന്ത് തരുന്നു, കാർബൺ ഡയോക്സൈഡ് തരുന്നു. കാർബൺ ഡയോക്സൈഡ് നമുക്ക് പരിചിതമായിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ശ്വസിച്ചിട്ട് പുറത്തുവിടുന്ന വായുവാണ് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ളത്. ഇനി സൾഫർ ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എന്തുണ്ടാവും, സൾഫറിന്റെ ഓക്സൈഡുകൾ, ഡയോക്സൈഡ് മാത്രമല്ല കേട്ടോ, മറ്റു ട്രയോക്സൈഡ് ഒക്കെ ഉണ്ടാവാം. എന്നാലും മെയിൻ ആയിട്ട് ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ നൈട്രജൻ ആണെങ്കിൽ ഓക്സിജനായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നൈട്രജന്റെ ഓക്സൈഡും ട്രയോക്സൈഡ് അതുപോലെ, അതായത് നൈട്രജന്റെ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഏതൊരു അലോഹവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ റെസ്പെക്റ്റീവ് ഓക്സൈഡ്സുകൾ ഉണ്ടാവും. ഇനി ഈ ഓക്സൈഡുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അലോഹ ഓക്സൈഡുകൾ അമ്ലത്വമാണ് കാണിക്കാറ്. ഓക്കെ, അമ്ലത്വം എന്ന് വെച്ചാൽ അസിഡികമായി. ലോഹ ഓക്സൈഡുകളാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും, ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കും, ബേസിക സ്വഭാവമാണ് കാണിക്കാറ്. ഓക്കെ, അപ്പോ ആദ്യത്തെ രാസഗുണം നമ്മൾ പഠിച്ചു. അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് അലോഹങ്ങൾ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. ആ ഓക്സൈഡുകളുടെ സ്വഭാവം അമ്ലത്വമാണ്. ഇനി അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ അമ്ലങ്ങൾ ഉണ്ടാകുന്നു. നാം ഉപയോഗിക്കുന്ന സോഡാ വെള്ളം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിന്റെ രാസഗുണം എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോഡാ വെള്ളം നിർമ്മിക്കുന്നത് ഉയർന്ന മർദ്ദത്തിലാണ്, അതായത് ഉയർന്ന പ്രഷറിൽ CO2 അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ്. ഇത് അമ്ല സ്വഭാവമുള്ളതാണ്. അപ്പോൾ സോഡാ ജലമാണ് നമ്മൾ എന്തായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാർബോണിക് ആസിഡ് എന്ന് അറിയുന്നത്. അതുപോലെ മറ്റൊരു ആസിഡ് ആയിട്ടുള്ള H2SO3 ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. SO2ഉം H2ഉം റിയാക്ട് ചെയ്തിട്ട് H2SO. അലോഹങ്ങൾ, ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കാം, ജലവുമായുള്ള പ്രവർത്തനം. ജലവുമായിട്ട് എന്ത് ചെയ്യില്ല, സാധാരണ പ്രവർത്തിക്കില്ല. ഓക്കെ, പക്ഷെ ആസിഡ് ലോഹങ്ങൾ പ്രവർത്തിക്കാറുണ്ടായിരുന്നു അല്ലെ, പക്ഷെ അലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിക്കാറില്ല. ഇനി ആസിഡുമായിട്ടുള്ള പ്രവർത്തനം നോക്കിയാലോ, അതുമില്ല. അലോഹങ്ങൾ സാധാരണയായി അമ്ലവുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ വാതകം പുറത്ത് വിടാറില്ല. നമുക്കറിയാം ആധുനിക ആവർത്തന പട്ടിക എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ അലോഹങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് 3 അലോഹങ്ങളെ കുറിച്ചിട്ട്, അവയുടെ നിർമ്മാണ രീതിയെ കുറിച്ചിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ് അലോഹങ്ങൾ, ഓക്സിജൻ, ഹൈഡ്രജൻ, പിന്നെ നൈട്രജൻ. ഇവ കൂടാതെ ഇവയൊക്കെ ചേർന്ന് ഉണ്ടാകുന്ന ചില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംയുക്തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണവ, ജലം, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഒരാളും കൂടി ഉണ്ട് കേട്ടോ, സൾഫ്യൂരിക് ആസിഡും കൂടി ഉണ്ട്, H2SO4. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ അലോഹങ്ങളുടെ നിർമ്മാണത്തെ കുറിച്ച്, എക്സ്പെരിമെന്റ്സിനെ കുറിച്ചൊക്കെ നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അലോഹം ഓക്സിജൻ ആണ്. ഓക്സിജൻ നമുക്കറിയാം ജീവന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു അലോഹമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ, ഞാനിവിടെ ഡയറ്റോമിക് രൂപത്തിലാണല്ലോ ഓക്സിജൻ എപ്പോഴും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് O2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്സിജൻ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട്, ഏറ്റവും സ്ഥിരതയിൽ അതിന് നിലനിൽക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഡയറ്റോമിക രൂപത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശരിക്കും ഓക്സിജന്റെ പ്രതീകം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആവർത്തന പട്ടികയിലൊക്കെ കാണുന്നത് എന്താ, O എന്നുള്ള ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി ഓക്സിജൻ വാതകം എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഉദ്ദേശിക്കുക O2 ആയിരിക്കും. ഓക്കെ, നമ്മൾ റിയാക്ഷനിലൊക്കെ എഴുതുമ്പോൾ അങ്ങനെയല്ലേ എഴുതാറ്. ഓക്കെ, അതിന് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഓക്സിജനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്, ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന അലോഹമാണ് ഓക്സിജൻ. അപ്പൊ ഭൂവൽക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താ, നമ്മുടെ ഭൂമിക്ക് കുറെ ലെയറുകൾ ഉണ്ട് അല്ലെ. പിന്നെ എന്താ, ക്രസ്റ്റ്, ആ ക്രസ്റ്റ് ആണ് ഭൂവൽക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാൻഡിൽ ഉണ്ട്, ലാവയൊക്കെ ഉള്ള റീജിയൻ ആണ്. പിന്നെ എന്തുണ്ട്, കോർ ഉണ്ട്. അപ്പം ഇങ്ങനെ ഭൂമിക്ക് വിവിധ പാർട്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന അലോഹമാണ് ആര്, ഓക്സിജൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എടുക്കുമ്പോൾ ഏതാണ്, നൈട്രജൻ ആണ്. അപ്പൊ അതും കൺഫ്യൂസ്ഡ് ആവില്ല. അത് അന്തരീക്ഷത്തിലാണ് നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഉള്ളൂ. പക്ഷെ നമ്മൾ ഭൂവൽക്കം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം കാണപ്പെടുന്ന അലോഹം ഏത് തന്നെയാണ്, ഓക്സിജൻ തന്നെയാണ്. ഈ ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരറിയോ, ജോസഫ് പ്രീസ്ലി.
അദ്ദേഹം 1774 ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ ഓക്സിജൻ എന്നുള്ള ഒരു പേര് കൊടുത്തത് ലാവോസിയെ എന്ന് പറഞ്ഞുള്ള ശാസ്ത്രജ്ഞനാണ്. ലാവോസിയെ ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് പഠിക്കുന്നുണ്ട്. എന്താണ്? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആണ് ലാവോസിയെ, ആന്റോയിൻ ലാവോസിയെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിജന്റെ നിർമ്മാണമാണ്. അപ്പൊ ഓക്സിജന്റെ നിർമ്മാണത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇപ്പൊ നമ്മൾ അമോണിയം സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നിർമ്മിക്കുന്നതിന് പ്രത്യേക പേരുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു പ്രക്രിയക്ക് പ്രത്യേക പേരില്ല. എന്താണ് നമ്മൾ ചെയ്യുക? നമ്മൾ ലാബിൽ ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കും. ബോയിലിംഗ് ട്യൂബ് കണ്ടോ? ഇതാണ് ബോയിലിംഗ് ട്യൂബ് കേട്ടോ. അതിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കുക. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ രാസസൂത്രം. പുറത്തു വരുന്ന വാതകം ഓക്സിജൻ ആണ്. നമ്മള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുത്ത്, ഇത് കണ്ടോ, ബുൾസൺ ബർണർ എന്ന് പറയും. അപ്പോ അതിൽ വെച്ചിട്ട് ചൂടാക്കുന്ന സമയത്ത് ഒരു വാതകം പുറത്തു വരും. ആ വാതകം ഏതാണെന്നാണ് പറയുന്നത്? ഓക്സിജൻ ആണെന്ന്. അപ്പൊ ഓക്സിജൻ ആണെന്ന് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? ഓക്സിജൻ ജ്വലനത്തിനെ സഹായിക്കുന്ന വാതകമല്ലേ. അപ്പോൾ നമ്മൾ ഈ ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് ഒരു എരിയുന്ന തീപ്പെട്ടിക്കുള്ളി കടത്തും. അപ്പൊ നമുക്ക് എന്ത് നിരീക്ഷിക്കാൻ പറ്റും? തീ ആളിക്കത്തുന്നതായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. കാരണം എന്താ? ഓക്സിജൻ ജ്വലനത്തിന് സഹായിക്കും. അപ്പൊ ഓൾറെഡി ഉള്ള തീയിനെ ആളിക്കത്താൻ വേണ്ടി സഹായിക്കും. ഓക്കെ, ഇനി ഇതൊരു മെത്തേഡ് ഓക്സിജൻ നിർമ്മിക്കാനുള്ള. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് വഴി. ഏതിന്റെ? ജലത്തിനെ ഇലക്ട്രോലൈസിസ് ചെയ്താലും നമുക്ക് ഓക്സിജൻ നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കും. ഏതൊരു വസ്തുവും ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ജ്വലനം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സൾഫർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താലും, ഹൈഡ്രജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ജലം ഉണ്ടായാലും, കാർബൺ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാലും നമ്മൾ ഇവയൊക്കെ വിളിക്കുന്ന പേരെന്താണ്? ജ്വലനം. ഇനി എക്സാമിന് എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ലോഹങ്ങളുടെ കേസിൽ എടുത്തിട്ടുള്ള ലോഹ നിഷ്കർഷണത്തിലെ ക്വസ്റ്റ്യനും കൂടി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ബ്ലാസ്റ്റ് ഫേർണസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ് അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിയാക്ഷൻ ഒക്കെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കണ്ടിട്ട് വരിക. അപ്പൊ ബ്ലാസ്റ്റ് ഫേർണസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോഹം ഇരുമ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ലോഹങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. സിങ്കും നേർത്ത HCl-ഉം അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചുണ്ടാകുന്ന വാതകം. ലോഹങ്ങൾ ഏത് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാലും പുറത്തു വിടുക ഏത് വാതകമായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാർട്ട് എന്നുള്ളത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കി ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? ഓക്സിജൻ ആണെന്ന്. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ കാര്യം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജന്റെ കേസാണ്. ഹൈഡ്രജന്റെ കാര്യം പറയുമ്പോൾ ജലത്തിലെ, നമ്മളിപ്പം കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു, ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് ജലം ഉണ്ടാകുന്നത്. അപ്പോൾ ജലത്തിലെ 2 മൂലകങ്ങളിൽ ഒന്നാണ് ഹൈഡ്രജൻ. എങ്ങനെയാണ് ഹൈഡ്രജൻ വാതകം നമ്മൾ നിർമ്മിക്കുക? ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്തെടുക്കുക? അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അതിലേക്ക് സിങ്ക് തരികൾ ഇട്ടുകൊടുക്കുക. എന്ത് പുറത്തു വരും? ഹൈഡ്രജൻ പുറത്തു വരും. ഇനി ഇതേ പ്രവർത്തനം നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്ത് മാത്രമേ മാറുള്ളൂ? ഫോം ചെയ്യുന്ന ലവണം മാറും, പക്ഷെ വാതകം സെയിം തന്നെയാണ്, ഹൈഡ്രജൻ തന്നെ. പിന്നെ ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, ഹൈഡ്രജൻ ഫ്യൂവൽ. ഓക്കെ, അപ്പോ നമ്മുടെ ഫോസിൽ ഫ്യൂവലുകളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ വാതകത്തെ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അലോഹമാണ് നൈട്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അന്തരീക്ഷ വായുവിലെ മുഖ്യ ഘടകമാണ് നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ അത്യന്താപേക്ഷിതമാണ്. അപ്പോ പരീക്ഷണശാലയിൽ നമുക്ക് എങ്ങനെയാണ് ഈ നൈട്രജൻ നിർമ്മിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ പേജ് 91 തന്നെ ഉണ്ട് കേട്ടോ, ഹൈഡ്രജന്റെയും നൈട്രജന്റെയും ഒക്കെ നിർമ്മാണം. അപ്പോ എന്താ ചെയ്യണ്ടേ? അമോണിയം ക്ലോറൈഡ്, അതാണ് NH4Cl, സോഡിയം നൈട്രേറ്റ് NaNO2, ഇവ രണ്ടും ചേർന്ന മിശ്രിതം നമ്മൾ എന്ത് ചെയ്യുക? ചൂടാക്കുക. ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഫോം ചെയ്യുന്നത് അമോണിയം നൈട്രേറ്റ് ആയിരിക്കും. ഇനി അത് വളരെ അസ്ഥിരമാണ്. അപ്പോ അതായത് ഭയങ്കര പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും അല്ലെങ്കിൽ വിഘടിക്കും. അപ്പോ ഇത് പിന്നെ വിഘടിച്ച് ആണ് നൈട്രജനും ജലവും ഉണ്ടാകുന്നത്. അപ്പം 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്, സിംഗിൾ സ്റ്റെപ്പിലല്ല. ഓക്കെ, പിന്നെ നൈട്രജന്റെ നമ്മൾ ഉപയോഗം എവിടെയൊക്കെയാണ് വരുന്നത് നോക്കാം. വാഹനങ്ങളുടെ ടയറുകളിൽ നമ്മൾ നൈട്രജൻ വാതകം നിറക്കാറുണ്ട്. കാരണം എന്താണ്? വായുവിനെ അപേക്ഷിച്ച് ഇത് ടയറിന്റെ പ്രഷർ, നമ്മൾ റോഡിലേക്ക് പോകുമ്പോൾ അത് പ്രഷർ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കൂടുതൽ കാലത്തേക്ക് ഇത് നിലനിർത്താൻ സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വാഹനങ്ങളുടെ ടയറുകളിൽ നൈട്രജൻ നിറക്കുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ട് വളങ്ങളിലൊക്കെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ടാകും. ഇനി നമ്മൾ പ്രധാന അലോഹ സംയുക്തങ്ങളുടെ നിർമ്മാണമാണ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാരാണ്? ജലം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ജലം ഉണ്ടാകുന്നത്. പക്ഷെ എല്ലാ സാഹചര്യത്തിലൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. കാരണം അത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ഉണ്ടാവുക. അപ്പൊ സാധാരണ സാഹചര്യത്തിൽ
അവ തമ്മിൽ പ്രവർത്തിക്കില്ല. പിന്നെ വേറൊരു മെത്തേഡ് എന്താണ് ജലം ഉണ്ടാക്കാനുള്ളത്? നിർവീരീകരണ പ്രവർത്തനങ്ങൾ. അതായത് എന്താണ്? ഒരു ആസിഡും ഒരു ബേസും ചേർന്ന് ജലവും ലവണവും ഉണ്ടാകുന്നു. അപ്പൊ ഈ രണ്ട് പ്രവർത്തനത്തിലൂടെയും നമുക്ക് ജലം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ്, എന്താണ് മൃദുജലവും കഠിനജലവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ സോപ്പ് നന്നായിട്ട് പതയുന്ന ജലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൃദുജലം എന്ന് വിളിക്കുക. സോപ്പ് നന്നായിട്ട് പതയാത്ത ജലമാണ് നമ്മൾ എന്ത് വിളിക്കുക? കഠിനജലം എന്ന് വിളിക്കുക. ഇത് ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് അറിയായിരിക്കും. അവിടെ ഹാർഡ് വാട്ടർ ആണ്. അതായത് നമ്മൾ എത്ര സോപ്പ് ഇതാക്കിയാലും അല്ലെങ്കിൽ ഡ്രസ്സ് പലക്കിയിട്ട് നമ്മൾ എത്ര നമ്മളിങ്ങനെ വെള്ളത്തിൽ വെച്ച് ഇതാക്കിയാലും അതിൽ സോപ്പ് അഴുകി പോവാത്തതുപോലെ ഒരു തോന്നലാണ്. ഓക്കെ, അപ്പോ മൃദുജലം എന്താണ്, കഠിനജലം എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി കഠിനജലത്തെ തന്നെ രണ്ട് തരം കാഠിന്യം ഉണ്ട്. ഓക്കെ, അതായത് സ്ഥിരകാഠിന്യവും താൽക്കാലിക കാഠിന്യവും. സ്ഥിരകാഠിന്യം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വെള്ളത്തിന്റെ സ്ഥിരകാഠിന്യം മാറ്റണമെങ്കിൽ നമുക്ക് രാസപ്രക്രിയയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാഠിന്യത്തെ നമ്മൾ സ്ഥിരകാഠിന്യം എന്ന് പറയുന്നു. പക്ഷെ ചില കഠിനജലങ്ങളിൽ അവയുടെ കാഠിന്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പൊ അങ്ങനെയുള്ള കാഠിന്യത്തിനെയാണ് നമ്മൾ താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത്. ഇനി സ്ഥിരകാഠിന്യത്തിന് കാരണക്കാര് ഏതൊക്കെ ലവണങ്ങളാണെന്ന് നോക്കാം. സ്ഥിരകാഠിന്യത്തിന് കാരണം കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. പേജ് നമ്പർ 92 ഒരു ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകൾ എന്ന് പറയുമ്പോൾ CaCl2, MgCl2. അവയുടെ സൾഫേറ്റുകൾ എന്ന് പറയുമ്പോൾ CaSO4 ട്വൈസ്, MgSO4 ട്വൈസ്. ഓക്കെ, ഇനി താൽക്കാലിക കാഠിന്യത്തിന് കാരണക്കാരായ ലവണങ്ങൾ ഏതൊക്കെ? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും തന്നെയാണ്, പക്ഷെ ബൈകാർബണേറ്റ്, അവയുടെ ബൈകാർബണേറ്റുകളാണ്. അപ്പൊ കാൽഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, CaHCO3 ട്വൈസും MgHCO3 ട്വൈസുമാണ് താൽക്കാലിക കാഠിന്യത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നോക്കി പോവുക, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ അമോണിയയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ NH3 ഇതാണ് അമോണിയയുടെ രാസസൂത്രം എന്ന് പറയുന്നത്. ഓക്കെ, അമോണിയയുടെ നിർമ്മാണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക. കണ്ടോ, അമോണിയം ക്ലോറൈഡിന്റെ ഫോർമുലയാണ് NH4Cl. അതിലേക്ക് അല്പം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുക, CaOH ട്വൈസ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അവരിവിടെ വാച്ച് ഗ്ലാസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇവിടെ ഒരു റൗണ്ട് ബോട്ടർ ഫ്ലാസ്ക് ആണ് അവർ എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അമോണിയ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധമാണ് അനുഭവപ്പെടുക. ഇനി നീലയും ചുവപ്പും ലിറ്റ്മസ് പേപ്പറുകൾ നനച്ചതിന് ശേഷം വാച്ച് ഗ്ലാസിന് മുകളിൽ ഓരോന്നായി കാണിക്കുക. എന്ത് സംഭവിക്കും അറിയാവോ? അമോണിയ ബേസികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചുവന്ന ലിറ്റ്മസ് നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പ് കളർ മാറി നീലയായിട്ട് മാറും. ഓക്കെ, ഇനി രൂക്ഷഗന്ധമുള്ള അമോണിയ വാതകം രൂപപ്പെടുന്നതായും അതിന് ചുവന്ന ലിറ്റ്മസിനെ നീലയായി മാറ്റാനുള്ള ബേസിക സ്വഭാവമുള്ളതായും മനസ്സിലാക്കാം. ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എന്താണ്? ഞാൻ ഇവിടെ എഴുതാം. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ചേർന്ന് എന്തുണ്ടാകുന്നു? കാൽഷ്യം ക്ലോറൈഡും ജലവും അമോണിയയും ഉണ്ടാകുന്നു. ഓക്കെ, ഇനിയോ പരീക്ഷണശാലയിലും ഇതേ പരീക്ഷണം വഴി അമോണിയ നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ ഉണ്ടായ അമോണിയ വാതകത്തെ ജലവിമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യും? കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, ഇനി അമോണിയ വാതകത്തിന് സാന്ദ്രത കുറവായതിനാൽ നമ്മൾ അത് എങ്ങനെയാ ശേഖരിക്കുക? ഗ്ലാസ് ജാർ കമഴ്ത്തി വെച്ചിട്ടാണ്. കണ്ടോ, ഇത് കമഴ്ത്തി വെച്ചിട്ടല്ലേ ഗ്ലാസ് ജാർ. അമോണിയ സാന്ദ്രത കുറവായതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ ശേഖരിക്കുന്നത്. ഇനി അമോണിയ വാതകം ജലത്തിൽ ലയിച്ചാൽ എന്താണ് ഉണ്ടാവുക? അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അമോണിയയുടെ ഗാഢലായനിയെ നമ്മൾ ലിക്വർ അമോണിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമോണിയയുടെ ഗാഢലായനി അറിയപ്പെടുന്ന പേര് ലിക്വർ അമോണിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമോണിയ ഒക്കെ ഉണ്ടാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഹേബർ പ്രക്രിയ. അപ്പോൾ ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. അതിന്റെ രാസപ്രവർത്തനം N2 നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ ഈ രാസപ്രവർത്തനം നടക്കുക ഉന്നത മർദ്ദത്തിലും താപനിലയിലുമാണ്. അതായത് എത്രയാണ് താപനില? 450 ഡിഗ്രി സെൽഷ്യസ്, അത്രയും ഹൈയാണ് അല്ലെ. അതുപോലെ എത്രയാണ് മർദ്ദം എന്ന് പറയുന്നത്? 500 അറ്റ്മോസ്ഫിയർ. ഇനി ഈ രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സ്പോഞ്ചി അയോൺ ആയിരുന്നു. ഉൽപ്രേരകമായിട്ട് സ്പോഞ്ചി അയൺ. നമ്മൾ കുറെ തരത്തിലുള്ള അയണുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഈ ലോഹനിഷ്കർഷണത്തിലാണെങ്കിൽ നമ്മൾ പിഗ് അയൺ, കാസ്റ്റ് അയൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വേറൊരു ടൈപ്പാണ് സ്പോഞ്ചി അയൺ. ഇനി
മോളിബ്ഡിനത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ, ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. കറന്റ്ലി ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ്. പിന്നെ പൊട്ടാസ്യം ഓക്സൈഡിന്റെയും അലൂമിനിയം ഓക്സൈഡിന്റെയും മിശ്രിതമാണ് പ്രൊമോട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രൊമോട്ടർ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടാസ്യം ഓക്സൈഡിന്റെയും അലൂമിനിയം ഓക്സൈഡിന്റെയും മിശ്രിതം. ഓക്കെ, പിന്നെന്താണ്? അമോണിയ ചേർന്ന ചില രാസവസ്തുക്കൾ പരിശോധിക്കുക. അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, അവയൊക്കെ. പിന്നെ നമ്മൾ പറയുന്നത് അമോണിയ വാതകത്തിന് ഒരു പ്രത്യേകതരം ഗന്ധമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ചില മൂത്രപ്പുരകളിൽ നിന്നൊക്കെ വമിക്കുന്ന രൂക്ഷഗന്ധം അമോണിയ വാതകത്തിന്റേത് കൂടിയാണ്. എങ്ങനെയാണ് മൂത്രത്തിൽ നിന്ന് അമോണിയ ഉണ്ടാകുന്നത്? മൂത്രത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? യൂറിയ ആണ്. മൂത്രത്തിലുള്ള യൂറിയ ചില എൻസൈമുകളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് അമോണിയ ഉണ്ടാകുന്നു. തത്ഫലമായിട്ടാണ് രൂക്ഷഗന്ധം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചിട്ടാണ്. കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വാസവായുവിലും സോഡാജലത്തിലും അടങ്ങിയിരിക്കുന്ന വാതകമാണ്. ഈ വാതകത്തെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ടെസ്റ്റ് ട്യൂബില് അല്ലെങ്കിൽ ഇത് കോണിക്കൽ ഫ്ലാസ്ക് ആണ്. അപ്പൊ ഒരു കോണിക്കൽ ഫ്ലാസ്കില് നമ്മൾ അല്പം സോഡാക്കാരം എടുക്കുക. അപ്പൊ ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ ഒരു ലോഹത്തിന്റെ കാർബണേറ്റ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഒരു ലോഹത്തിന്റെ കാർബണേറ്റ് എടുക്കുക. അതിലേക്ക് എന്താ ആഡ് ചെയ്യുക? എന്നിട്ട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളൊന്ന് നിരീക്ഷിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്തുണ്ടാവും അറിയോ? നുരഞ്ഞ പതയോടെ നിറമില്ലാത്തതും മണമില്ലാത്തതുമായിട്ടുള്ള ഒരു വാതകം അവിടെ ഉണ്ടാകുന്നു. അതാണ് ഏത്? കാർബൺ ഡയോക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഉച്ഛ്വാസവായുവിലുണ്ട്. നമുക്ക് അതിന് നിറവുണ്ടോ? നിറവൊന്നുമില്ല അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നത് കാണാൻ പറ്റാത്തത്. അതുപോലെ അതിന് മണവും ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് വാതകം ഉണ്ടാകുന്നത് മനസ്സിലാവുന്നത്? നമ്മളൊരു ടേം പറയാറുണ്ട്, എഫർവെസൻസ് എന്ന് പറയും. കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എഫർവെസൻസ് നോക്കിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. എഫർവെസൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇത് കണ്ടോ, ഇങ്ങനെ ബബിൾ പോലെ പോവും. നുരഞ്ഞ പതയോടെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എഫർവെസൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഉണ്ടായ വാതകത്തിനെ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിന് കളറൊന്നും ഉണ്ടാവില്ല, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അതിലോട്ട് നമ്മൾ ഈ ഒരു വാതകം, അതായത് CO2 കടത്തിവിട്ടാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് ഈ കളർ ചേഞ്ച് കാണാൻ പറ്റുന്നില്ലേ? എന്താണ്? പാൽ നിറം ഉണ്ടാവും ചുണ്ണാമ്പ് വെള്ളത്തിന്. ഓക്കെ, അപ്പോൾ ആ രാസപ്രവർത്തനത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും? CaOH twice plus CO2 gives CaCO3. കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പാർട്ണറായിട്ട് മാറുന്നത്. ഇത് നമ്മൾ ഈ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഊതിയാലും മതി, കുറച്ച് സമയം ഊതേണ്ടി വരും. അപ്പൊ അങ്ങനെ ഊതിയാല് നമ്മുടെ ഉച്ഛ്വാസവായുവിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ഇവിടെ എത്തിയാലും നമുക്ക് ഈ കളർ ചേഞ്ച് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ കേസാണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? ധാരാളം രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് കോൺടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. ഇതെങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കാം. സൾഫർ ഓക്സിജനിൽ കത്തിച്ച് ആദ്യം സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഇതിനെ ഉന്നത താപനിലയിലും മർദ്ദത്തിലും ഓക്സിജനുമായിട്ട് പ്രവർത്തിപ്പിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നു. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റില് 94ാമത്തെ പേജിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പ്രവർത്തനത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. എത്രയാണ് ടെമ്പറേച്ചർ? 450 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഈ ഉണ്ടായ സൾഫർ ട്രയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡിൽ തന്നെ ലയിപ്പിക്കും. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡിന്റെ തന്നെ സഹായം വേണ്ടി വരുന്നുണ്ട് അല്ലെ? അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാണ്? ഒലിയം എന്നാണ് ഇതിന്റെ പേര്. ഇനി ഈ ഒലിയത്തെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ ഒലിയത്തെ നമ്മൾ ജലത്തിൽ ഒന്ന് ലയിപ്പിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഓക്കെ, ഇനി സൾഫ്യൂരിക് ആസിഡിന് നിറമില്ല, അതിന് തീവ്രനാശക സ്വഭാവമുണ്ട്. നമ്മൾ പറയാറുണ്ട് ഭയങ്കര കൊറോസീവ് ആണ്. അത് എന്ത് ചെയ്യുന്നു? ജലാംശത്തെ, നമ്മളിപ്പോ സ്കിന്നിലൊക്കെ വീണാൽ സ്കിന്നിലെ ജലാംശത്തിന് ഇങ്ങനെ വലിച്ചെടുത്ത്, അതുകൊണ്ടാണ് അവിടെ ഒരു എന്താ പറയണ്ടേ, റിങ്കിൾസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കിന്നിങ്ങനെ പിടിച്ചു കെട്ടിയ പോലെയുള്ള ഒരു ഇതല്ലേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക, ആസിഡൊക്കെ നമ്മുടെ ദേഹത്ത് വീഴുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ പേരാണ് സമ്പർക്ക പ്രക്രിയ. ഇതിലെ റിയാക്ഷൻസ് ഒന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ ചോദിച്ചു കാണാറില്ല. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രൂപാന്തരത്വം. ഇപ്പൊ രൂപാന്തരത്വം എന്ന് പറയുമ്പോൾ ഒരേ മൂലകം രാസഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തതയുള്ള ഒന്നിലധികം രൂപങ്ങളിൽ കാണപ്പെടുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ അലോട്രോപ്പി അല്ലെങ്കിൽ രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് എന്ത് എന്ന് പറയുന്നത്? ഓസോൺ എന്ന് പറയുന്നത്.
ഓക്കെ, അതുപോലെ മറ്റു ചില മൂലകങ്ങൾ കൂടിയുണ്ട്. പേജ് നമ്പർ 95 ഇത് കൊടുത്തിട്ടുള്ളത്. കാർബണിന്റെ അല്ലോട്രോപ്പുകളെ നമുക്ക് പരിചയപ്പെടാം. ഗ്രാഫൈറ്റിലും ഡയമണ്ട് അഥവാ വജ്രത്തിലും ബക്മിനിസ്റ്റർ ഫുള്ളറിനിലും ഒക്കെ ഒരേ മൂലകമായ കാർബൺ തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വജ്രം എന്ന് പറയുന്നത് കാഠിന്യമേറിയിട്ടുള്ള ഒരു വസ്തുവാണ്, പക്ഷെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ മൃദുവായിട്ടുള്ളതാണ്. അപ്പോ രണ്ടിന്റെയും ഭൗതിക ഗുണം വ്യത്യാസപ്പെട്ടു, ഒരേ മൂലകമാണെങ്കിൽ കൂടി, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫൈറ്റ് മൃദു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഉപയോഗം തന്നെ ഗ്രാഫൈറ്റിനെ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പൊതുവെ അലോഹങ്ങള് വൈദ്യുതി ഒന്നും കടത്തിവിടാറില്ലല്ലോ, പക്ഷെ ഗ്രാഫൈറ്റിന് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതൊരു വൈദ്യുത ചാലകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാർബണിന്റെ 3 അലോട്രോപ്പുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഭൗതിക ഗുണങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി അവയുടെ രാസപ്രവർത്തനങ്ങളൊക്കെ മിക്കവാറും ഒരുപോലെ ആയിരിക്കും കേട്ടോ. ഓക്കെ, കാരണം എന്താ, സെയിം മൂലകമല്ലേ. അങ്ങനെ ഇനി രൂപാന്തരത്വം കാണിക്കുന്ന മറ്റു 2 പ്രധാന മൂലകങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് കളറിന്റെ പേരിലാണ് ഇതിനെ നമ്മൾ അലോട്രോപ്പുകളെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോ വൈറ്റ് ഫോസ്ഫറസ്, അതാണ് വെള്ള ഫോസ്ഫറസ്, അത് ഭയങ്കര റിയാക്റ്റീവ് ആയതുകൊണ്ട്, അതായത് അന്തരീക്ഷ വായുവായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെള്ള ഫോസ്ഫറസിനെ എപ്പോഴും ജലത്തിന്റെ ഉള്ളിലാണ് സൂക്ഷിക്കാറുള്ളത്. പിന്നെ ഉള്ളത് ചുമന്ന ഫോസ്ഫറസ്. ചുമന്ന ഫോസ്ഫറസ് വെള്ള ഫോസ്ഫറസിന്റെ അത്ര റിയാക്റ്റീവ് ഒന്നുമല്ല. പിന്നെ ഉള്ളത് കറുപ്പ് ഫോസ്ഫറസ്. കറുപ്പ് ഫോസ്ഫറസ് ഭയങ്കര സ്റ്റേബിൾ ആണ്, സ്ഥിരതയുള്ളതാണ്. അപ്പോ ഫോസ്ഫറസിന്റെയും 3 അലോട്രോപ്പുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് സൾഫറിന്റെ കാര്യമാണ്. അപ്പോൾ സൾഫർ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നോക്കാം. റോംബിക് സൾഫർ കണ്ടോ, അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോണോക്ലിനിക് സൾഫർ. ഇത് 2 ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എന്താണ് മോർഫോളജി ഡിഫറെന്റ് ആണ്. റോംബിക് സൾഫർ ഇങ്ങനെയാണെങ്കിൽ മോണോക്ലിനിക് സൾഫർ ഇങ്ങനെ നീഡിൽ പോലെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ രൂപാന്തരത്വം എപ്പോഴും ചോദിക്കുന്നതാണ്, നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോവുക, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ചോദിക്കുന്നില്ല. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ജൈവരാസ ഘടകങ്ങളിലെ ലോഹ സാന്നിധ്യങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം എൻസൈം എടുത്താലും അല്ലെങ്കിൽ അന്നജം, കാർബോഹൈഡ്രേറ്റ് അതുപോലെയുള്ളവയൊക്കെ എടുത്താലും അതിൽ അലോഹങ്ങൾ പ്രസന്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോഹം എന്ന് പറയുന്നത് എൻസൈമുകളെ സംബന്ധിച്ച് അത് അയേൺ ആയിരിക്കും. പിന്നെ ഹീമോഗ്ലോബിനിലും എന്താ അടങ്ങിയിട്ടുണ്ട്, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്നീ അലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലടങ്ങിയിട്ടുള്ള ലോഹം എന്താണ്, അയേൺ ആണ്. പട്ടിക 4.9 അത് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അതങ്ങനെ ചോദിച്ച് കാണാറൊന്നുമില്ല. അപ്പോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും ഈ പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോയും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ചാപ്റ്ററിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.